ഹലോ. അപ്പോൾ നമ്മൾ ഫിസിക്സിൽ പഠിച്ചുകൊണ്ടിരുന്നിരുന്ന ഭാഗം എന്ന് പറയുന്നത് ദ്രവബലങ്ങളായിരുന്നു. അതിൽ നമ്മൾ സാന്ദ്രത വരെയാണ് നോക്കിയിട്ടുള്ളത്. അപ്പം അതിൽ നിന്നുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ഫസ്റ്റായിട്ട് നമ്മൾ നോക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം ഉപയോഗിക്കുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവക ബലമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഗ്ലിസറിനാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ തന്നിരിക്കുന്നവയിൽ ഏത് എന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്, അത് പ്രത്യേകം നോക്കുക. അപ്പോൾ ജലം, മണ്ണെണ്ണ, ഗ്ലിസറിൻ, ഉപ്പുവെള്ളം. അപ്പോൾ ഗ്ലിസറിനാണ് ഏറ്റവും കൂടുതലായിട്ട് പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി കടലിൽ നീന്തുന്നത് പുഴയിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പമാണ്, കാരണം താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. കടൽ വെള്ളത്തിൽ തരംഗങ്ങൾ ഉള്ളതുകൊണ്ട് കടൽ വെള്ളത്തിൽ സാന്ദ്രത പുഴയിലെ വെള്ളത്തിനേക്കാൾ കൂടുതലാണ്. പ്ലവക്ഷമ ബലം കടൽ വെള്ളത്തിൽ കുറവായതുകൊണ്ട് കടൽ വെള്ളത്തിൽ കൂടുതൽ വെള്ളം ഉള്ളതുകൊണ്ട്. ഇപ്പം കടൽ വെള്ളത്തിൽ സാന്ദ്രത പുഴയിലെ വെള്ളത്തിനേക്കാൾ കൂടുതലായതിനാലാണ് കടൽ വെള്ളത്തിൽ എളുപ്പത്തിൽ നീന്താൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്നാണ് അതിൻ്റെ ആൻസർ ആയിട്ടുള്ളത്. ഇനി ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. സമുദ്രത്തിൻ്റെ സാന്ദ്രതയാണെങ്കിൽ 1027 ആണ്. മണ്ണെണ്ണയുടെ സാന്ദ്രതയാണെങ്കിൽ 810 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മണ്ണെണ്ണയുടെ സാന്ദ്രത 810 കടൽ ജലത്തിൽ ശുദ്ധജലത്തേക്കാൾ എളുപ്പത്തിൽ നീന്താൻ കഴിയുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ കടൽ വെള്ളത്തിൽ ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലായതിനാലാണ്. നദിയിൽ നിന്നും കടലിലേക്ക് പ്രവേശിക്കുമ്പോൾ കപ്പൽ അല്പം ഉയരുന്നതിന് കാരണം സമുദ്രജലത്തിലെ നദീതടത്തിൽ അപേക്ഷിച്ച് സാന്ദ്രത കൂടുതലായതുകൊണ്ടാണ്. ഐസ് ജലത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഐസിന് ജലത്തിനേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ്. ഇനി ഐസ് ഉരുകുമ്പോൾ അതിൻ്റെ വ്യാപ്തം കുറയുന്നു. ഒരു ബീക്കറിലെ ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഐസ് ഉരുകുമ്പോൾ ബീക്കറിലെ ജലത്തിലെ അളവ് മാറ്റമില്ലാതെ തുടരുന്നു. ഐസ് ആൽക്കഹോളിൽ താണു പോകുന്നതിന് കാരണം ഐസിൻ്റെ സാന്ദ്രത ആൽക്കഹോളിനേക്കാൾ കൂടുതലാണ്. ഇനി ഉപ്പ് ലായനിയിൽ കോഴിമുട്ട പൊങ്ങിക്കിടക്കാനുള്ള കാരണം കോഴിമുട്ടയ്ക്ക് ഉപ്പുവെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ്. പെട്രോൾ ജലത്തിൽ മുകളിൽ പരക്കുന്നതിന് കാരണം പെട്രോളിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ട്. ഇരുമ്പാണി ജലത്തിൽ താണു പോകുന്നു, എന്നാൽ മെർക്കുറിയിൽ പൊങ്ങിക്കിടക്കുന്നു. അപ്പോൾ ഇരുമ്പിൻ്റെ സാന്ദ്രത മെർക്കുറിയേക്കാൾ കുറവും ജലത്തേക്കാൾ കൂടുതലുമായതുകൊണ്ടാണ്. പാറക്കഷ്ണങ്ങൾ നിറച്ച ബോട്ടിൽ നിന്നും അത് നിൽക്കുന്ന കുളത്തിലേക്ക് ബോട്ടിലുള്ള പാറക്കഷ്ണങ്ങൾ ഇട്ടാൽ ജലനിരപ്പ് താഴുന്നു. ഇനി ആപേക്ഷിക സാന്ദ്രതയാണ് നമ്മൾ പഠിക്കുന്നത്. വസ്തുവിൻ്റെ സാന്ദ്രതയും ജലത്തിൻ്റെ സാന്ദ്രതയും ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ് ആപേക്ഷിക സാന്ദ്രത. ആപേക്ഷിക സാന്ദ്രത എന്ന് പറഞ്ഞാൽ വസ്തുവിൻ്റെ സാന്ദ്രതയും ജലത്തിൻ്റെ സാന്ദ്രതയും ബന്ധിപ്പിക്കുന്ന അനുപാത സംഖ്യയാണ്. ആപേക്ഷിക സാന്ദ്രത = വസ്തുവിൻ്റെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത. ആപേക്ഷിക സാന്ദ്രത ഒരു അനുപാത സംഖ്യ ആയതിനാൽ യൂണിറ്റില്ല. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രോമീറ്റർ ആണ് ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഹൈഡ്രോമീറ്റർ ജലത്തിലിട്ടാൽ സൂചിപ്പിക്കുന്ന അങ്കനം 1. ഹൈഡ്രോമീറ്റർ ജലത്തിലിട്ടാൽ സൂചിപ്പിക്കുന്ന അങ്കനം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 1. ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകത്തിൽ ഹൈഡ്രോമീറ്റർ വെച്ചാൽ ദ്രാവക ഉപരിതലം 1 എന്ന് രേഖപ്പെടുത്തുന്നതിനാൽ താഴെയായിരിക്കും. അപ്പോൾ ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകത്തിൽ ഹൈഡ്രോമീറ്റർ വെച്ചാൽ ദ്രാവക ഉപരിതലം 1 എന്ന് രേഖപ്പെടുത്തുന്നതിനേക്കാൾ താഴെയായിരിക്കും. ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകങ്ങളിൽ ഹൈഡ്രോമീറ്റർ കൂടുതൽ താഴുകയില്ല, എന്നാൽ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ദ്രാവകങ്ങളിൽ ഹൈഡ്രോമീറ്റർ കൂടുതൽ താഴ്ന്നു നിൽക്കും. ഇനി പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലാക്ടോമീറ്റർ ആണ്. പാലിൽ ജലം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഉപകരണമാണ് ലാക്ടോമീറ്റർ. SCERT പാഠഭാഗങ്ങളിലൂടെ നോക്കാം. ജലത്തിൻ്റെ സാന്ദ്രത 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബും മണ്ണെണ്ണയുടേത് 810 കിലോഗ്രാം മീറ്റർ ക്യൂബും ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയായിരിക്കും എന്നാണ്. മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത മണ്ണെണ്ണയുടെ സാന്ദ്രത ബൈ ജലത്തിൻ്റെ സാന്ദ്രത. അപ്പം മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത നോക്കാം.
810/1000 ആണ്. 0.81 മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത ചോദിച്ചാൽ കേട്ടോ. ഇനി ദ്രാവകമർദ്ദമാണ്. ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപകമർദ്ദമാണ് ദ്രാവകമർദ്ദം. ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മർദ്ദമാപിനിയാണ്. ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം മർദ്ദമാപിനിയാണ്. ദ്രാവകങ്ങൾ അത് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നുണ്ട്. ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ദ്രാവകയൂപത്തിൻ്റെ ഉയരവും ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും. ദ്രാവകയൂപത്തിൻ്റെ ഉയരവും ദ്രാവകത്തിൻ്റെ സാന്ദ്രതയും ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി യൂണിറ്റ് പരപ്പളവിലുള്ള ദ്രാവകത്തിൻ്റെ ഭാരത്തിന് ആനുപാതികമാണ് ദ്രാവകമർദ്ദം. യൂണിറ്റ് പരപ്പളവിലുള്ള ദ്രാവകത്തിൻ്റെ ഭാരത്തിന് ആനുപാതികമാണ് ദ്രാവകമർദ്ദം. ദ്രാവകയൂപത്തിൻ്റെ ഉയരം, ദ്രാവകത്തിൻ്റെ സാന്ദ്രത, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ആയാൽ ദ്രാവകമർദ്ദം P =HdG ആണ്. P =HdG ആണ്. ദ്രാവകയൂപത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുന്നു. ദ്രാവകയൂപത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ചിട്ട് അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടുന്നു. ഒരു ദ്രാവക വ്യൂഹത്തിൽ ഒരേ ഉയരത്തിലുള്ള എല്ലാ ബിന്ദുക്കളിലും അനുഭവപ്പെടുന്ന ദ്രാവകമർദ്ദം തുല്യമായിരിക്കും. ഒരു ദ്രാവക വ്യൂഹത്തിൽ ഒരേ ഉയരത്തിലുള്ള എല്ലാ ബിന്ദുക്കളിലും അനുഭവപ്പെടുന്ന ദ്രാവകമർദ്ദം തുല്യമായിരിക്കും. വ്യത്യസ്ത ദ്രാവകങ്ങൾ ഉപയോഗിക്കുന്ന മർദ്ദം വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്ത ദ്രാവകങ്ങൾ ഉപയോഗിക്കുന്ന മർദ്ദം വ്യത്യസ്തമായിരിക്കും. അണക്കെട്ടുകൾ പണിയുമ്പോൾ അടിവശം വിസ്താരം കൂട്ടി നിർമ്മിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആയം കൂടുമ്പോൾ ദ്രാവകമർദ്ദം കൂടുന്നതിനാലാണ്. ആഴം കൂടുമ്പോൾ ദ്രാവകമർദ്ദം കൂടുന്നതിനാലാണ്. ഇനി ഒരു പ്രതലത്തിൽ ലംബമായിട്ട് അനുഭവപ്പെടുന്ന ആകെ ബലമാണ് വ്യാപകമർദ്ദം. ഒരു പ്രതലത്തിൽ ലംബമായിട്ട് അനുഭവപ്പെടുന്ന ആകെ ബലമാണ് വ്യാപകമർദ്ദം. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപകമർദ്ദമാണ് മർദ്ദം. മർദ്ദം വ്യാപകമർദ്ദം പരപ്പളവ്. വ്യാപകമർദ്ദത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. വ്യാപകമർദ്ദത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. മർദ്ദത്തിൻ്റെ യൂണിറ്റ് പാസ്കൽ അഥവാ N/m² ആണ്. N/m². അന്തരീക്ഷവായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലം അന്തരീക്ഷമർദ്ദമാണ്. അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റുകൾ ബാർ, ടോർ. ഇനി ഒരു ബാർ എന്ന് പറയുന്നത് 10⁵5 പാസ്കലാണ്. ഒരു ടോർ എന്ന് പറയുന്നത് 1 mm of Hg ആണ്. ഒരു അന്തരീക്ഷമർദ്ദം 760 mm of Hg ആണ്. അന്തരീക്ഷമർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണം സൈഫൺ, സിറിഞ്ച്, സ്ട്രോ, ഡ്രോപ്പർ, വാക്വം ഹുക്ക്. ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രനിരപ്പിൽ യൂണിറ്റ് പരപ്പളവിലുള്ള വായുരൂപത്തിൻ്റെ ഭാരം അന്തരീക്ഷമർദ്ദമാണ്. പ്രമാണ അന്തരീക്ഷമർദ്ദം ഒരു അന്തരീക്ഷമർദ്ദത്തിന് തുല്യമാണ്. പ്രമാണ അന്തരീക്ഷമർദ്ദം പ്രസ്താവിക്കപ്പെടുന്ന യൂണിറ്റ് അറ്റ്മോസ് ആണ്. പ്രമാണ അന്തരീക്ഷമർദ്ദം പ്രസ്താവിക്കപ്പെടുന്ന യൂണിറ്റ് അറ്റ്മോസ് ആണ്. അന്തരീക്ഷവായുവിൻ്റെ സാന്ദ്രത കൂടുതൽ ഭൂമിയുടെ പ്രതലത്തിനടുത്താണ്. അന്തരീക്ഷവായുവിൻ്റെ സാന്ദ്രത കൂടുതലുള്ളത് ഭൂമിയുടെ പ്രതലത്തിനടുത്ത്. അന്തരീക്ഷത്തിൻ്റെ അസ്തിത്വം തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഓട്ടോ വാൻ ഗെറിക് ആണ്. അന്തരീക്ഷമർദ്ദത്തിൻ്റെ അസ്തിത്വം തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഓട്ടോ വാൻ ഗെറിക്. അന്തരീക്ഷമർദ്ദം ആദ്യമായിട്ട് അളന്ന ശാസ്ത്രജ്ഞനാണ് ടോറിസെല്ലി. അന്തരീക്ഷമർദ്ദം ആദ്യമായിട്ട് അളന്ന ശാസ്ത്രജ്ഞൻ ടോറിസെല്ലിയാണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ ആണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബാരോമീറ്റർ. ബാരോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം മെർക്കുറിയാണ്. ബാരോമീറ്ററിൽ ഉപയോഗിക്കുന്ന ദ്രാവകം മെർക്കുറി. വിവിധ തരം ബാരോമീറ്ററുകളുണ്ട്. രസബാരോമീറ്റർ, അനീറോയിഡ് ബാരോമീറ്റർ, ഫോർട്ടീൻസ് ബാരോമീറ്റർ. രസബാരോമീറ്ററിൽ പരിഷ്കരിച്ച രൂപം ഫോർട്ടീൻസ് ബാരോമീറ്റർ ആണ്. ഇനി യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. ഒരു ദ്രാവകത്തിൻ്റെ തിളനില മർദ്ദം കൂടുന്നതിനനുസരിച്ച് കൂടുകയും മർദ്ദം കുറയുന്നതിനനുസരിച്ച് കുറയുകയും ചെയ്യുന്നു. പ്രഷർ കുക്കറിലെ പദാർത്ഥങ്ങൾ വേഗത്തിൽ പാകമാകുന്നതിനുള്ള കാരണം ഉയർന്ന മർദ്ദം തിളനില വർദ്ധിക്കുന്നതിനാലാണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120°C ആണ്. തിളനില വർദ്ധിക്കുമ്പോൾ ജലത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന താപത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഉയരം കൂടുന്നതിനനുസരിച്ച് മർദ്ദം കുറയുന്നു. ഒരു ജലാശയത്തിൽ ആഴം കൂടുന്നതിനനുസരിച്ചിട്ട് മർദ്ദം കൂടുന്നു. പ്രതല വിസ്തീർണം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. പ്രതല വിസ്തീർണം കൂടുമ്പോൾ മർദ്ദം കുറയുന്നു. പ്രതല വിസ്തീർണം കുറയുമ്പോൾ മർദ്ദം കൂടുന്നു. ബെർണോളിയുടെ തത്വം.
വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ബർണോളിയുടെ തത്വം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ: കാറുകളുടെ എയറോഡൈനാമിക് ഘടന, വിമാനം പറന്നുയരുന്നത്. ഉദാഹരണം: മുനയൊടിഞ്ഞ ആണി ചുമരിൽ കയറ്റാൻ പ്രയാസമാണ്, എന്നാൽ മുനയുള്ള ആണി ചുമരിൽ എളുപ്പത്തിൽ കയറ്റാൻ സാധിക്കുന്നു. ചലിക്കുന്ന വായുവിന് മർദ്ദം കുറവാണ്. സന്ദർഭങ്ങൾ: കാരണം: തോണിയുടെ മുന്നറ്റം കൂർത്ത ആകൃതിയിലാണ് നിർമ്മിക്കാറുള്ളത്. കാരണം: ദ്രാവക ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും മേലോട്ട് വരുന്ന കുമിളയുടെ വലുപ്പം വർദ്ധിക്കുന്നു. താഴെ നിന്നും മുകളിലോട്ട് വരുന്ന ദ്രാവകമർദ്ദം കുറയുന്നതിനാൽ കുമിളയുടെ വലുപ്പം കൂടി വരുന്നു. ആഴത്തിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ കർണപടം പൊട്ടാൻ സാധ്യതയുണ്ട്. ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം കൂടുന്നു. അണക്കെട്ടുകളുടെ അടിഭാഗം കൂടുതൽ വിസ്തൃതിയിൽ നിർമ്മിക്കുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അടിഭാഗത്ത് മർദ്ദം കൂടുതലായിരിക്കും. മർദ്ദം കുറയ്ക്കുന്നതിന് വിസ്തൃതി കൂട്ടുന്നു. ഇനി പുനർഹിമായനമാണ്. മർദ്ദം കൂടുമ്പോൾ ഐസിൻ്റെ ദ്രവണാങ്കം കുറയുകയും അതിൻ്റെ ഫലമായി ഐസ് ഉരുകുകയും ചെയ്യുന്നു. മർദ്ദം കുറയുമ്പോൾ ഐസിൻ്റെ ദ്രവണാങ്കം കൂടുകയും ഘനീഭവിക്കുകയും ചെയ്യുന്നതാണ് പുനർഹിമായനം. ഐസ് സ്കേറ്റിംഗ് സാധ്യമാക്കുന്ന പ്രതിഭാസമാണ് പുനർഹിമായനം. ഇനി ആൽക്കലികൾ എന്നുള്ള ഭാഗമാണ് നോക്കുന്നത്. ലോഹങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും അറിയപ്പെടുന്നത് ആൽക്കലികൾ എന്നാണ്. ലോഹങ്ങളുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും അറിയപ്പെടുന്നത് ആൽക്കലികൾ. ജലത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയോണുകളെ പ്രദാനം ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. ജലത്തിൽ ലയിക്കുമ്പോൾ ഹൈഡ്രോക്സൈഡ് അയോണുകളെ പ്രദാനം ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. ജലീയ ലായനിയിൽ ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. കാസ്റ്റിക് സോഡ, മിൽക്ക് ഓഫ് ലൈം, കാസ്റ്റിക് പൊട്ടാഷ്. ഉദാഹരണം: കാസ്റ്റിക് സോഡ, മിൽക്ക് ഓഫ് ലൈം, കാസ്റ്റിക് പൊട്ടാഷ്. പൊള്ളലുണ്ടാക്കുന്ന ആൽക്കലികളാണ് കാസ്റ്റിക് ആൽക്കലികൾ. പൊള്ളലുണ്ടാക്കുന്ന ആൽക്കലികളാണ് കാസ്റ്റിക് ആൽക്കലികൾ. NaOH, KOH. ആസിഡിൻ്റെയും ബേസിൻ്റെയും സ്വഭാവമുള്ള ലോഹ ഓക്സൈഡുകളാണ് ആംഫോറ്റെറിക് ഓക്സൈഡുകൾ. ആംഫോറ്റെറിക് ഓക്സൈഡുകൾ. Al2O3 ആണ്. പിന്നെ ZnO. ഇനി ആൽക്കലികളുടെ ഉപയോഗങ്ങൾ: സോപ്പ് നിർമ്മാണം, ഡിറ്റർജൻറ്റ്, സെറാമിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാണം, വ്യാവസായിക ആവശ്യങ്ങൾ, മലിനജല ശുദ്ധീകരണം. ഇനി pH മൂല്യം നോക്കാം. ഒരു ലായനി ആസിഡാണോ ബേസാണോ എന്ന് തിരിച്ചറിയുന്നത് pH മൂല്യം അനുസരിച്ചിട്ടാണ്. pHൻ്റെ പൂർണ്ണരൂപം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. ഹൈഡ്രജൻ്റെ വീര്യം. ജലീയ ലായനിയിലെ H+ അയോണുകളുടെ ഗാഢത അടിസ്ഥാനമാക്കി പദാർത്ഥത്തിൻ്റെ ആസിഡ് ആൽക്കലി സ്വഭാവങ്ങൾ പ്രസ്താവിക്കുന്ന രീതി pH സ്കെയിലിലാണ്. pH സ്കെയിൽ കണ്ടുപിടിച്ചത് സൊറൻസൺ ആണ്. 0 മുതൽ 14 വരെയാണ് ഒരു ലായനിയുടെ pH മൂല്യം നിർണ്ണയിക്കുന്ന വിലകൾ. അപ്പം അവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ. അപ്പോൾ നോക്കി മനസ്സിലാക്കുക. ആസിഡ് ആണെങ്കിൽ 0 to 7 വരെ ആയിരിക്കും. പിന്നെ 7 to 14 വരെയാണ് ബേസ് എന്ന് പറയുന്നത്. നിർവീര്യമായിട്ടുള്ളത് 7 ആണ് കേട്ടോ. ഇനി pH മൂല്യം 7ന് മുകളിൽ വരുന്ന പദാർത്ഥങ്ങൾ ആൽക്കലി ആയിരിക്കും. pH മൂല്യം 7ന് താഴെ വരുന്ന പദാർത്ഥങ്ങൾ ആസിഡുമാണ്. നിർവീര്യ വസ്തുവിൻ്റെ pH മൂല്യം 7 ആണ്. ജലീയ ലായനികളുടെ pH നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം pH മീറ്ററാണ്. pH മീറ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പ്രോബാണ്. pH മീറ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പ്രോബ്. പ്രോബ് ലായനിയിൽ നിക്ഷേപിച്ചാണ് pH നിർണ്ണയിക്കുന്നത്. ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണിൻ്റെ pH മൂല്യം 7 മുതൽ 8 വരെയാണ്. pH 5നോട് അടുത്ത മണ്ണിൽ അനുയോജ്യമായി കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് ഉരുളക്കിഴങ്ങ്. ബഹുഭൂരിപക്ഷം വിളകളുടെയും കൃഷിക്ക് അനുയോജ്യമായ pH 6.5 മുതൽ 7.2 വരെയാണ്. കുടിവെള്ളമായി ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ pH മൂല്യം 6.5 മുതൽ 7.5 വരെയാണ്. ഒരു ലായനിയിലേക്ക് ഒരു ആസിഡ് ചേർക്കുമ്പോൾ ലായനിയുടെ pH മൂല്യം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഒരു ലായനിയിലേക്ക് ഒരു ആസിഡ് ചേർക്കുമ്പോൾ ലായനിയുടെ pH മൂല്യം കുറയുന്നു. ആസിഡ്, ബേസ് എന്നിവയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീട്രൂട്ട് തുടങ്ങിയ ധാരാളം സസ്യഭാഗങ്ങൾ സൂചകങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. ഇനി pH മൂല്യം പഠിക്കാം. അമോണിയയാണെങ്കിൽ 10.6, 11 വരെയാണ്. ചുണ്ണാമ്പ് വെള്ളം 10.5 ആണ്. 10.5. അപ്പക്കാരം 8 to 9. അപ്പക്കാരം 8 to 9. ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ 8.7. കടൽ വെള്ളം 8. കടൽ വെള്ളം 8. രക്തം 7.4 ആണ്. 7.4 ആണ്. ശുദ്ധജലം 7 ആണ്.
ഉമിനീര് 6.4 ടു 7.4 വരെ ഉണ്ടായിരിക്കും. പാലാണെങ്കിൽ 6.4 SCRT പ്രകാരം NCERT ആണെങ്കിൽ 6.8 കേട്ടോ. ഇനി മൂത്രമാണെങ്കിൽ 6, ചായ 5.5, കാപ്പി 5, ബിയർ 4.5, അമ്ലമഴ 4, 5.5 വരെയാണ്. തക്കാളി ആണെങ്കിൽ 4.2, വിനാഗിരി 4.2, ഓറഞ്ച് ജ്യൂസ് ആണെങ്കിൽ 3.1 to 4.1 വരെ, മുന്തിരി 3.4 to 4.5, നാരങ്ങാ വെള്ളം 2.4, ആമാശയ രസം 1.6 to 1.8. ഇനി അടുത്തത് ലിറ്റ്മസ് പേപ്പർ ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച് എന്നിവ ലബോറട്ടറികളിൽ ഉപയോഗിക്കുന്ന സൂചകങ്ങളാണ്. ലിറ്റ്മസ് പേപ്പർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ലൈക്കണാണ്. ഫിനോഫ്തലിൻ നോക്കാം. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പിടികൂടാൻ കറൻസി നോട്ടുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഫിനോഫ്തലിൻ. ഉപയോഗിക്കുന്ന വസ്തു ആസിഡിലെ നിറം, ആൽക്കലിയിലെ നിറം. നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പാണ്. ആസിഡിലെ നിറം ചുവപ്പായിരിക്കും, ആൽക്കലിയിലാണെങ്കിൽ നീലയായിരിക്കും. മുളക് പൊടി ഇളം ചുവപ്പാണ്, ആസിഡിലെ ഇളം ചുവപ്പ് തന്നെയാണ് ആൽക്കലിയിലെ നിറവും. ഇനി ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ ചുവപ്പായിരിക്കും, ആൽക്കലിയിലെ നിറമാണെങ്കിൽ നീലയായിരിക്കും. ചെമ്പരത്തി പേപ്പർ നീലയാണെങ്കിൽ ആസിഡിലെ നിറം ചുവപ്പും ആൽക്കലിയിലെ നിറം എന്ന് വെച്ചാൽ നീലയായിരിക്കും. ഫിനോഫ്തലിന് നിറമില്ല, ആസിഡിൽ നിറമില്ല, ആൽക്കലിയിലെ നിറം പിങ്കാണ്. വെള്ള പേപ്പർ ആണെങ്കിൽ വെള്ളയും വെള്ളം തന്നെയാണ് രണ്ടും. ഇനി കരിപ്പൊടി ആണെങ്കിൽ കറുപ്പ്. മീഥൈൽ ഓറഞ്ച് ഇളം പിങ്കാണ് ആസിഡിലെങ്കിൽ ഇളം മഞ്ഞയാണ് ആൽക്കലിയിൽ. ഇനി തുള്ളി നീലമാണെങ്കിൽ നീല. മഞ്ഞളാണെങ്കിൽ മഞ്ഞ, ആൽക്കലിയിലെ നിറമാണെങ്കിൽ ചുവപ്പുമാണ്. അപ്പം നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ഒരു ഷർട്ടിലൊക്കെ ആയിട്ട് നമ്മളത് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സോപ്പ് ഇടുമ്പോൾ അവിടെ ചുവപ്പ് കളറായിട്ട് മാറുന്നത് കണ്ടിട്ടില്ലേ? അത് ഓർത്ത് വെച്ചാൽ മതി. ഇനി ലവണങ്ങളാണ്. നിർവ്യതികരിക്കപ്പെട്ട പ്രവർത്തനത്തിലെ ഉൽപ്പന്നങ്ങൾ ലവണവും ജലവുമാണ്. ആസിഡും ആൽക്കലിയും പൂർണ്ണമായും പ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാകുന്ന പ്രവർത്തനമാണ് നിർവ്യതികരണം. ലവണങ്ങൾ പൊതുവെ അയോണിക സംയുക്തങ്ങളാണ്. HCl NaOH പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ലവണമാണ് സോഡിയം ലവണം. ലവണങ്ങൾ ഉരുകുകയോ ജലത്തിൽ ലയിക്കുകയോ ചെയ്യുമ്പോൾ പോസിറ്റീവ് അയോണായും നെഗറ്റീവ് അയോണായും വേർതിരിയുന്നു. പോസിറ്റീവ് അയോണുകൾ പൊട്ടാസ്യം അയോണ്, സിങ്ക് അയോണ്, ഫെറസ് അയോണ്, ഫെറിക് അയോണ് തുടങ്ങിയവയാണ്. നെഗറ്റീവ് അയോണുകളാണെങ്കിൽ ഹൈഡ്രോക്സൈഡ് അയോണ്, കാർബണേറ്റ് അയോണ്, ബൈകാർബണേറ്റ് അയോണ്, നൈട്രേറ്റ് അയോണ് തുടങ്ങിയവ. ലവണങ്ങൾ വൈദ്യുതപരമായി നിർവീകരിക്കാൻ കാരണം അയോണുകളുടെ ചാർജുകളുടെ തുക 0 ഇനി ലവണങ്ങളുടെ പോസിറ്റീവ് അയോണുകളുടെയും നെഗറ്റീവ് അയോണുകളുടെയും ചാർജുകളുടെ തുക 0 രാസഫലമായും ഉപയോഗിക്കുന്ന ചില ലവണങ്ങളാണ് അമോണിയം സൾഫേറ്റ് NH4SO4, പൊട്ടാസ്യം ക്ലോറൈഡ് KCl, സോഡിയം നൈട്രേറ്റ് NaNO3. ലവണത്തിൻ്റെ പേര്, രാസനാമം, രാസസൂത്രം, ഉപയോഗം. ലവണത്തിൻ്റെ പേര് കറയുപ്പാണ്. രാസനാമം സോഡിയം ക്ലോറൈഡ്. രാസസൂത്രം NaCl ആണ്. ശീതമിശ്രിത നിർമ്മാണം. ഇനി ഇന്ദുപ്പാണ്. പൊട്ടാസ്യം ക്ലോറൈഡ് KCl വള നിർമ്മാണത്തിന് വേണ്ടിയിട്ട്. തുരിശ് കോപ്പർ സൾഫേറ്റ് ആണ്. CuSO4 5H2O കുമിൾനാശിനിയായിട്ടും ഇലക്ട്രോലൈറ്റ് ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പക്കാരമാണെങ്കിൽ സോഡിയം ബൈകാർബണേറ്റ് ആണ്. NaHCO3 ബേക്കിംഗ് പൗഡർ അഗ്നിശമനികളിലും ഉപയോഗിക്കുന്നു. അലക്കുകാരം സോഡിയം കാർബണേറ്റ് Na2CO3 10H2O. ഗ്ലാസ് നിർമ്മാണം, സോപ്പ് നിർമ്മാണം. ഇനി ജിപ്സം ആണെങ്കിൽ കാൽസ്യം സൾഫേറ്റ് CaSO4 2H2O സിമെൻറ്റ് നിർമ്മാണം, പ്ലാസ്റ്റർ ഓഫ് പാരീസ് നിർമ്മാണം. ഇനി SCRT ക്വസ്റ്റ്യൻ ബുള്ളാണ്. ചില പദാർത്ഥങ്ങളും അവയുടെ pH മൂല്യവും ചുവടെ നൽകിയിരിക്കുന്നു. അവ വിശകലനം ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നാണ്. അപ്പോൾ പദാർത്ഥങ്ങൾ pH മൂല്യം ഇപ്പോൾ A ആണെങ്കിൽ 7 കൊടുത്തിട്ടുള്ളത്, Bക്ക് 14, Cക്ക് 2 ആണ്. അപ്പോൾ ഇതിൽ നിർവീര്യ സ്വഭാവം പ്രകടിപ്പിക്കുന്ന പദാർത്ഥം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
ഏതാണെന്ന് നമുക്കറിയാം അല്ലേ, എ ആണ് അല്ലേ. ഈ സാധാരണയായിട്ട് ലോഹങ്ങളുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കുന്ന പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് സി ആണ് അല്ലേ, ആസിഡ് അല്ലേ ഹൈഡ്രജനെ പുറത്തു വിടുന്നത്. അപ്പം സി ആണ്. ഈ പദാർത്ഥം ബിയും സിയും ചേർന്നാൽ ലഭിക്കുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ പേരെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് H2O ആണ് അല്ലേ. അപ്പം എന്താണ് പറയുക, നിർവീര്യം ആക്കിയാൽ എന്താ ലഭിക്കുക, H2O ആണ്. ഇനി പദാർത്ഥം സി കാർബണേറ്റുകളുമായി പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന വാതകം ഏതെന്നാണ്. അത് കാർബണേറ്റുകളുമായിട്ടാണ് പദാർത്ഥം സി പ്രവർത്തിക്കുന്നതെങ്കിൽ അതിൽ CO2 ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ബയോളജിയാണ് കേട്ടോ നോക്കുന്നത്. ബയോളജിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത് പരിസ്ഥിതിയാണ് അല്ലേ. ഇപ്പോൾ പരിസ്ഥിതി സംഘടനകളാണ് ഇന്ന് നോക്കുന്നത്. ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN ആണ്. ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സംഘടനയാണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. 1948 വന്നിട്ടുള്ളത്. പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു അന്തർദേശീയ സംഘടനയാണ് IUCN. IUCNൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നാണ്. IUCNൻ്റെ ആകെ കമ്മീഷനുകൾ 6 IUCNൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡിലാണ് IUCNൻ്റെ ആസ്ഥാനം. IUCN തയ്യാറാക്കിയ ഒരിക്കലും തിരിച്ചു വരാത്ത ജൈവ വൈവിധ്യ തുരുത്തുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള പ്രദേശം പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തെയാണ് IUCN തയ്യാറാക്കിയ ഒരിക്കലും തിരിച്ചു വരാത്ത ജൈവ വൈവിധ്യ തുരുത്തുകളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് പശ്ചിമഘട്ടം. വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും ലിസ്റ്റ് ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിച്ച ഗ്രന്ഥമാണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN ആണ്. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. റെഡ് ഡാറ്റ ബുക്കിൽ നിന്നും 3 നിറത്തിലുള്ള പേജുകളുണ്ട്. ചുവന്ന നിറത്തിലുള്ള പേജുകൾ വംശനാശം സംഭവിച്ച സ്പീഷീസുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. റെഡ് ഡാറ്റ ബുക്കിലെ പിങ്ക് പേജുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗ്ഗങ്ങളെയാണ്. റെഡ് ഡാറ്റ ബുക്കിലെ പച്ച പേജുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുമ്പ് വംശനാശ ഭീഷണി നേരിട്ടവും എന്നാൽ നിലവിൽ വംശനാശ ഭീഷണിയിൽ നിന്നും മുക്തരായവരുമായ ജീവിവർഗ്ഗങ്ങളെയാണ്. ഇപ്പോൾ ചുവന്ന നിറത്തിലുള്ള പേജുകളിലാണെങ്കിൽ വംശനാശം സംഭവിച്ച സ്പീഷീസുകളെയാണ്. എന്നാൽ ഇനി പിങ്ക് നിറത്തിലാണെങ്കിൽ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെയാണ്. പച്ച നിറത്തിലാണെന്നുണ്ടെങ്കിൽ മുൻപ് വംശനാശം ഭീഷണി നേരിട്ടിരുന്നു, എന്നാൽ ഇപ്പോൾ നിലവിൽ ഇല്ല. അങ്ങനെയുള്ളവയാണ്. ഇന്ത്യയിൽ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, റെഡ് ഹെഡഡ് വോൾച്ചർ, ഫോറസ്റ്റ് ഓലറ്റ്, അതുപോലെ തന്നെ സ്പൂൺ ബിൽഡ് സാൻഡ് പൈപ്പർ, ജെർഡൻസ് കോസർ, സോഷ്യബിൾ ലാപ്വിങ്, സൈബേറിയൻ ക്രെയിന്, അതുപോലെ തന്നെ ബംഗാൾ ഫ്ലോറിക്കൻ, വൈറ്റ് ബെല്ലിയഡ് ഹെറോൺ, ഹിമാലയൻ കോയിൽ, ഗ്രേറ്റ് ഹോൺബിൽ. ഇത്രയുമാണ്. ഇന്ത്യയിൽ വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളാണ് കടുവ, ഹിമപ്പുലി, ഏഷ്യൻ സിംഹം, ഗ്രേറ്റ് ഇന്ത്യൻ കണ്ടാമൃഗം, നീലഗിരി താർ, സിംഹവാലൻ കുരങ്ങ്, മലബാർ വെരുക്, വരയാട്. അത്രയുമാണ് എക്സെട്ര. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന മറ്റു ജീവികളാണ് ചുവന്ന പാണ്ട, ഹംബോഡിയ ഡിക്കാൻസ്, ബെസ്റ്റ് സെൻകേരിയ സെബാസ്റ്റിനെയ്. മൗറീഷ്യസിൽ നിന്നും വംശനാശ ഭീഷണി സംഭവിച്ച പറക്കാൻ കഴിവില്ലാത്ത പക്ഷിയാണ് ഡോഡോ പക്ഷിയിലെ. മൗറീഷ്യസിലെ വംശനാശം സംഭവിച്ച പറക്കാൻ കഴിവില്ലാത്ത പക്ഷിയാണ് ഡോഡോ പക്ഷി. ഇനി അമേരിക്കയിൽ നിന്നും വംശനാശം സംഭവിച്ച പക്ഷിയാണ് സഞ്ചാരിപ്രാവ്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ആഫ്രിക്കയിലെ തെക്കൻ ഭാഗങ്ങളിൽ നിന്നും വംശനാശം സംഭവിച്ച കാട്ടുജീവിയാണ് കാട്ടു സീബ്ര ഇനമായ ക്വാഗകൾ. പക്ഷികളുടെ ഒരു പ്രത്യേക ചുവപ്പ് പട്ടിക തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ആഗോള IUCN റെഡ് ലിസ്റ്റ് പ്രകാരം കേരളത്തിലെ 64 വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുണ്ട്. ഇനി WWF വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ ആണ് നമ്മൾ പഠിക്കുന്നത്. 1961 ഏപ്രിൽ 29 സ്ഥാപിതമായിട്ടുള്ള പ്രകൃതിയുടെ ഗവേഷണം, സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു അന്തർദേശീയ സംഘടനയാണ് WWF.
അതിൽ WWFൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിവർഗങ്ങളുടെ സംരക്ഷണം, മലിനീകരണ നിയന്ത്രണം, കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന ഘടകങ്ങളുടെ നിയന്ത്രണം, പ്രകൃതി വിഭവങ്ങളുടെ സ്ഥായിയായിട്ടുള്ള ഉപയോഗം. ലിവിങ് പ്ലാനറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സംഘടന WWF ആണ്. WWFൻ്റെ ആസ്ഥാനം ഗ്ലാൻഡ്, സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡ് തന്നെയാണ് അല്ലേ, ഗ്ലാൻഡ്. അപ്പം IUCNൻ്റെ ആസ്ഥാനമാണെങ്കിലും സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻഡാണ്. WWF ആണെങ്കിലും ആസ്ഥാനം ഗ്ലാൻഡാണ്, സ്വിറ്റ്സർലാൻഡ്. WWFൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ഭീമൻ പാണ്ടയാണ്. WWFൻ്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ വംശനാശം നേരിടുന്ന ജീവി കടുവയാണ്. ഇനി ഗ്രീൻ പീസ് ആണ്. ഗ്രീൻ പീസ് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള അന്തർദേശീയ സംഘടനയാണ് ഗ്രീൻ പീസ്. 1971 പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന ഗ്രീൻ പീസ് ആണ്. ഗ്രീൻ പീസ് സംഘടനയുടെ ആസ്ഥാനം ആംസ്റ്റർഡാമാണ്. ഗ്രീൻ പീസ് ഇൻ്റർനാഷണൽ എന്ന പേരിലേക്ക് സംഘടന മാറിയ വർഷം 1972. രാജ്യത്ത് വികസന വിരുദ്ധ മനോഭാവം സൃഷ്ടിക്കുന്നു എന്നാരോപിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഇന്ത്യയിൽ ഗ്രീൻ പീസിൻ്റെ പ്രവർത്തനങ്ങൾ റദ്ദാക്കി. ഗ്രീൻ പീസിൻ്റെ പ്രശസ്തമായിട്ടുള്ള കപ്പലാണ് റെയിൻബോ വാരിയർ. ഇനി UNEP യുണൈറ്റഡ് നേഷൻ എൻവയോൺമെൻറ്റ് പ്രോഗ്രാമാണ്. ആഫ്രിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയാണ് UNEP. UNEPയുടെ രൂപീകൃതമായത് 1972. UNEPയുടെ ആസ്ഥാനം നൈറോബി, കെനിയയാണ്. 1972 നടന്ന യുണൈറ്റഡ് നാഷണൽ കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ്, സ്റ്റോക്ക്ഹോം കോൺഫറൻസ് എന്നും അറിയപ്പെടുന്നത് UNEPയുടെ രൂപീകരണത്തിന് കാരണമായത്. ഇനി ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻ്റ് ആണ്. 1977 ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് എന്ന പരിസ്ഥിതി സംഘടന ആരംഭിച്ച വനിത വൻകാരി മാതായാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ സംഘടന ആരംഭിച്ചത് ആരാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വൻകാരി മാതായാണ്. 1977 ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. വൻകാരി മാതായ്ക്ക് സമാധാന നോബൽ ലഭിച്ച വർഷം ചോദിച്ചാൽ ഇത് 2004. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിൻ്റെ ആസ്ഥാനം നൈറോബിയാണ്, കെനിയ. ഗ്രീൻ ബെൽറ്റ് സംഘടനയുടെ ലക്ഷ്യങ്ങൾ വനവൽക്കരണം, ജലസംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം ഇല്ലാതാക്കൽ. ലോബയാനാണ് അടുത്തതായിട്ട്. വൃക്ഷലതാദികളെ സംരക്ഷിക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ലോബയാൻ. ഇന്ത്യയിൽ തുടങ്ങുകയും പിന്നീട് യൂറോപ്പിലേക്കും കൂടി പ്രവർത്തനം വ്യാപിക്കുകയും ചെയ്ത പരിസ്ഥിതി പ്രസ്ഥാനമാണ് ലോബയാൻ. ഇനി ജന്തുക്കളോട് കാട്ടുന്ന ക്രൂരതകൾക്കെതിരെ പ്രതികരിക്കാൻ രൂപപ്പെട്ടിട്ടുള്ള സംഘടനകളാണ് SPCA, PETA. SPCA എന്ന് പറയുന്നത് സൊസൈറ്റി ഫോർ പ്രിവെൻഷൻ ഓഫ് ക്രുവാലിറ്റി ടു ആനിമൽസ്. PETA ആണെങ്കിൽ പീപ്പിൾസ് ഫോർ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ്. ഗ്രീൻ ക്രോസ് ഇൻ്റർനാഷണൽ നോക്കാം. ഗ്രീൻ ക്രോസ് ഇൻ്റർനാഷണൽ സ്ഥാപിച്ച വർഷം 1993. ഗ്രീൻ ക്രോസ് ഇൻ്റർനാഷണലിൻ്റെ സ്ഥാപകൻ മിഖായൽ ഗോർബച്ചേവ്. ഗ്രീൻ ക്രോസ് ഇൻ്റർനാഷണലിൻ്റെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലാൻഡ്. ബേർഡ് ലൈഫ് ഇൻ്റർനാഷണൽ ആണ്. പക്ഷികളെയും അവയുടെ ബേർഡ് ലൈഫ് ഇൻ്റർനാഷണൽ പക്ഷികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും ആഗോള ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കുന്നതിനായിട്ട് നിലവിൽ വന്ന ആഗോള പങ്കാളിത്തമുള്ള സംരക്ഷണ സംഘടനയാണ് ബേർഡ് ലൈഫ് ഇൻ്റർനാഷണൽ. പക്ഷികളുടെ റെഡ് ലിസ്റ്റിലുള്ള ഔദ്യോഗിക അധികാരം IUCN ഏൽപ്പിച്ചിട്ടുള്ള സംഘടനയാണ് ബേർഡ് ലൈഫ് ഇൻ്റർനാഷണൽ. രൂപീകൃതമായത് 1922 ജൂൺ 20. ആസ്ഥാനം കേംബ്രിഡ്ജ്, UK. കേരളത്തിൽ ആദ്യമായി നേച്ചർ ക്ലബ്ബ് സ്ഥാപിച്ചത് പ്രൊഫസർ ജോൺ C. ജേക്കബ് ആണ്. നാഷണൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം നാഗ്പൂർ, മഹാരാഷ്ട്ര. ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടതാണ്? പരിസ്ഥിതിയുമായിട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മലയിലാണ്. ഇന്ത്യയിലെ ആദ്യ ഫോറസ്റ്റ് ഹീലിംഗ് സെൻറ്റർ എവിടെയാണ്? റാണിഖേത്തിലാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ടുള്ള നയങ്ങളും ഉടമ്പടികളുമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് നോക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.